വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ അറിയപ്പെടുന്ന ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുള്ള എപ്പിസോഡുകളിലൂടെയാണ് പോകുന്നത്. ഈ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. കഴിഞ്ഞ തവണ പ്രാർത്ഥനയുടെ വിവിധ രീതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. വാചിക പ്രാർത്ഥന, മെഡിറ്റേഷൻ, കണ്ടംപ്ലേഷനൊക്കെ വളരെ വിശദമായിട്ട് ഒരു കണ്ടംപ്ലേറ്റീവ് പ്രയർ തന്നെ അച്ഛൻ അവതരിപ്പിക്കേണ്ടി കഴിഞ്ഞ എപ്പിസോഡിൽ. പ്രാർത്ഥന ഒരു നിയോഗമെന്ന പോലെ ചിലർ ഒരു ഡെയിലി റുട്ടീൻ പ്രയർ ചെയ്യുന്ന പോലെ പോകുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥനയെ പറ്റി പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. ടെക്സ്റ്റ് റീഡിംഗ് ആണ് പ്രയർ എന്ന് പറയുന്നവരെ. അങ്ങനെ പല വീക്ഷണങ്ങളാണ് പ്രാർത്ഥനയെക്കുറിച്ച്. ആ തെറ്റിദ്ധാരണകൾ, വികലമായ വീക്ഷണങ്ങളെക്കുറിച്ച് മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. അതൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? പ്രാർത്ഥനയെക്കുറിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും തെറ്റായ ആശയങ്ങളും ചിന്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ട്. ഒരു കാര്യം ഇടയ്ക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊക്കെ തോന്നാവുന്ന കാര്യമാണ്, ഞാനിപ്പോൾ ഇങ്ങനെ കുറേ വാചികമായിട്ട് കാനോന പ്രാർത്ഥന ചൊല്ലണു, പ്രാർത്ഥനകളൊക്കെ അല്ലെങ്കിൽ കൊന്ത ചൊല്ലുന്നു, യാമപ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എവിടേക്ക് എത്തണാവോ? 9 ആഴ്ച നോവേന, 9 ആഴ്ച നോവേന, ഒരുപാട് ഭക്തകൃത്യങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതൊരു മതത്തിൽ പെട്ട ആളുകൾക്കും അങ്ങനത്തെയൊക്കെയുള്ള വികാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് വരുന്നുണ്ടോ എന്നുള്ള എൻ്റെ ഒരു കാരണം എപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും വരുന്നുമില്ല. ചില നേരത്ത് കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കണമില്ല. ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങൾ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ആൾക്ക് തോന്നും ഇത് എന്തൊരു അനുഷ്ഠാനം പോലെ ഞാൻ ചെയ്തു പോവാണ്, ഇത് വാഗ്ധോരണിയാണ്. അതിലേക്ക് നമ്മൾ ഇത്ര അർത്ഥം കൊടുക്കേണ്ടതുണ്ടോ? എല്ലാവരും ധ്യാന യോഗത്തിലേക്കൊന്നും ആളുകൾ എത്തുന്ന ഒരു രീതിയല്ലല്ലോ ഉള്ളത്. ഇനിയിപ്പോൾ ധ്യാന യോഗത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്ന ആളുകൾ തന്നെ ആയാലും അവർക്കും എല്ലാ ദിവസവും ഇത് അനുഭവത്തിലേക്ക് വരണമെന്നില്ല. അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യം വരാവുന്നത് എന്താ വെച്ചാൽ, ഇതൊരു വെറും ഒരു കടമ കഴിക്കുക അല്ലെങ്കിൽ ഒരു അനുഷ്ഠാനം നമ്മളിങ്ങനെ ചെയ്യുന്നു, ഇതിനൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു സംശയം ചില ആളുകൾക്ക് വരാം. ചിലവരിങ്ങനെ മതങ്ങൾ ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ചെയ്തിട്ടുള്ള ചില ട്രിക്കുകളാണെന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്ന യുക്തിവാദ സംഘങ്ങൾ ധാരാളമുണ്ട്. ഇപ്പം അഗ്നോസ്റ്റിക്സ് എന്നൊക്കെ പറയുന്ന ദൈവവും മതവും പൂർണ്ണമായിട്ട് നിരാകരിക്കുന്ന നിരീശ്വരന്മാരല്ല അവർ. പക്ഷേ അങ്ങനെ ഒരു ദൈവവും വ്യക്തിപരമായൊന്നും വേണ്ട, ഒരു ശക്തി നമുക്ക് വേണം, അപരിമമായ ശക്തി അതുണ്ട്. അതിൽ നമ്മളിങ്ങനെ ആളൊക്കെ ആയിട്ട് ബന്ധപ്പെടുക എന്നല്ലാതെ അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ട്. പ്രത്യേകം മതമോ അങ്ങനെ അതൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയും, നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ മേലെ ആരോപിക്കുകയാണ് പ്രാർത്ഥന വഴി. നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് ധൈര്യമില്ല, അല്ലെങ്കിൽ ശരീരം കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് രോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഭീതി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമുക്ക് ആശങ്കകൾ ഉണ്ടാകുന്നു, ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാധനം വയ്ക്കുകയാണെങ്കിൽ ദൈവമുണ്ടെന്നും അതിന് നമ്മൾ ബന്ധപ്പെട്ടാൽ ആ ശക്തിയുമായിട്ട് ഐക്യത്തിലായാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമെന്നും, അല്ലെങ്കിൽ ദൈവം കോപിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ മോശമായിട്ട് വരുന്നത് അതുകൊണ്ടാണ്, അപ്പോൾ ആളെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ ഒരു പരിപാടി, തട്ടുമുട്ട് പരിപാടികളൊക്കെ, ഇതൊക്കെ ഒരു വെറും അന്ധവിശ്വാസമായ കാര്യങ്ങളാണ്. ആരോഗ്യമില്ലാത്ത ആളുകളുടെ ഒരു മയക്കുമരുന്നാണ് എന്നൊക്കെ പലരും ഈ പ്രാർത്ഥനയെ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. വേറെ ചില ആൾക്കാർ പറയണത് ഇതിൽ വെറൊരു മനഃശാസ്ത്ര പ്രവർത്തനമല്ലേ നടക്കുന്നത്. വാസ്തവത്തിൽ കുറേ കൂടി സയൻറ്റിഫിക്കായി ശാസ്ത്രീയമായിട്ട് ഇതിനെ അപഗ്രഥിക്കുകയും പ്രാർത്ഥനയുടെ മെച്ചങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾ പറയണത്, ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപക്ഷെ ധ്യാന യോഗത്തെക്കുറിച്ചൊക്കെ വിവരിച്ചപ്പോൾ ചില ആളുകൾക്ക് തോന്നിക്കാണും,
ഇതൊരു സൈക്കോളജിക്കലായിട്ട് മനുഷ്യൻ്റെ ടെൻഷനൊക്കെ ഒഴിവാക്കുകയും മനസ്സിനെ വളരെ റിലാക്സ് ചെയ്യുന്നതും സമാധാനം കൊണ്ടുവരുന്നതും ഒരു ഹാർമണി ഫീലിംഗ്, ഒരു ഐക്യബോധവും ഉള്ളിൻ്റെ ഉള്ളിലൊരു സ്വരുമിങ് തനിമയൊക്കെ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ശാന്തിയും റിഫ്രഷ്മെൻ്റൊക്കെ ചെയ്യുന്ന ഒരു സാധനം. അതൊരു മനഃശാസ്ത്ര പ്രവർത്തനം, അതിനപ്പുറത്ത് എന്തിരിക്കുന്നു എന്നൊക്കെ ഉള്ള ചില കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ വേറെ ചിലർ പറയും ഇത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടാണ്. ചില ആൾക്കാർ ഞാൻ പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞ് രാവിലെ ബൈബിളും കീശയിൽ കണ്ണും വെച്ച് കണ്ട ആൾക്കാരോട് ദൈവനം പറഞ്ഞ് കണക്ക് കുടുംബത്തെ പണിയെടുക്കില്ല, വീട്ടിലെ ആൾക്കാരെ നോക്കൂല, ഭാര്യയും മക്കളെ നോക്കൂല, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിലും മക്കളെ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ ഒളിച്ചോടാൻ പറ്റിയൊരു പരിപാടിയാണ് പ്രാർത്ഥന. ഇങ്ങനെ ഇപ്പോൾ ചിലവരൊക്കെ പറയില്ലേ സന്യസിക്കാൻ പോണത് ലോകത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്ന് കാണുന്ന ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള പല തെറ്റായ ഇതിലൊക്കെ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളിലുള്ള ന്യൂനതകൾ കാണുന്നു. ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, സ്വഭാവത്തിൽ യാതൊരു മാറ്റമില്ല. അപ്പോൾ അവർ പറയും എന്തിനാണോ താൻ പള്ളിയിൽ പോകണത്, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകണത്, മോസ്കിൽ പോകണത്, വെറുതെ നിസ്കരിക്കണത്, തൻ്റെ സ്വഭാവം പഴയ ചങ്കര ചങ്ങമ്മ തന്നെയാണല്ലോ, ഒരു മാറ്റമില്ല, അപ്പോൾ പിന്നെ ഇതിനൊന്നും ഒരു ഫലമില്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഇത് പ്രായോഗികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ വേണ്ടത്ര മെച്ചമില്ലാത്തത് കൊണ്ടും പിന്നെ കുറച്ച് യുക്തിവാദത്തിൻ്റെ ഇതുള്ളത് കൊണ്ടും. ശരിയാണ്, ഇവർ പറയുന്നില്ലേ മനഃശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്, മെഡിക്കലായിട്ടുള്ള ചേഞ്ചസ് പ്രാർത്ഥന വഴി നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവ് കൊണ്ടോ സാധന കൊണ്ടോ മാത്രം നടക്കുന്നൊരു കാര്യമല്ല. മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചില മുറകളും പുസ്തകങ്ങളും ധ്യാനങ്ങളും ധ്യാനയോഗങ്ങളൊക്കെ അവൻ നടത്തുന്നത്. പക്ഷെ പ്രാർത്ഥന ശരിക്കും നടക്കുന്നത് ഇതൊരു ആത്മാവിൻ്റെ ദൈവികമായ ഒരു അരൂപിയുടെ പ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐക്യത്തിലായിട്ട് ദൈവമായിട്ടിരിക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ടാണ്, അതൊരു ദാനമാണ്. അതിനുവേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നു, ദൈവം അത് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കുന്നു. ചില ആളുകൾക്ക് കൂടുതൽ കൊടുക്കുന്നു, ചിലർക്ക് കുറച്ച് കിട്ടുന്നു. അത് ഓരോരുത്തരുടെ ഡിസ്പോസിഷൻ മനസ്സൊക്കെ. പക്ഷെ എന്തൊക്കെയായാലും ഈ തെറ്റായ ആരോപണങ്ങൾ വരാൻ കാരണം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ തന്നെ ചില പോരായ്മകളിൽ നിന്നാണ് പലപ്പോഴും. പക്ഷേ യഥാർത്ഥമായൊരു അനുഭൂതിയിലേക്ക് പോകുന്ന ആളുകൾ ഇവർ പറഞ്ഞ ആരോപണങ്ങൾക്കൊക്കെ ഒട്ടും അർത്ഥമില്ല എന്ന് ഞാൻ പറയുന്നില്ല. മനഃശാസ്ത്രപരമായൊരു പ്രക്രിയ ഇതിൽ നടക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇതിൽ വെറും വാക്കുധോരണിയായിട്ട് മാറും തീർച്ചയായിട്ടും. ഇനി ശരിക്ക് നമ്മൾ ജീവിതത്തിൽ കമ്മിറ്റ്മെൻ്റ് എടുക്കാതെ ഉത്തരവാദിത്തങ്ങൾ എടുക്കാതെ വെറും പ്രാർത്ഥനയായിട്ട് നടക്കുകയാണെങ്കിൽ അതുപോലെ ഒളിച്ചോട്ടാവും. അതുപോലെ അന്ധമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട പരിശ്രമം ചെയ്യാതെ എനിക്ക് രോഗം വരുന്നു, ഞാൻ ഡോക്ടറെ കാണൂല, പ്രാർത്ഥിച്ച് മാറ്റും, ദൈവം ഇടപെടട്ടെ എന്നൊക്കെ നോക്കി ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ വക വയ്ക്കാത്ത രീതിയിൽ അത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇതൊരു മനുഷ്യൻ്റെ അപ്പുറത്ത് നടക്കുന്ന ഒരു ദൈവികമായ ദാനത്തിൻ്റെ ഒരു സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ചില അനുഭൂതികളായിട്ട് തന്നെ അനുഭവമായിട്ട് അത് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രാർത്ഥനയുടെ വികലവീക്ഷണങ്ങൾ പറഞ്ഞതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ സജീവമാകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പല വിചാരങ്ങൾ, ഒരു ഏകാഗ്രത ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ അതുണ്ട്. അതായത് പ്രാർത്ഥനയിൽ സജീവമായി ഞാൻ തീരുമാനിച്ചു, പക്ഷെ എനിക്കൊരു ഏകാഗ്രത കിട്ടുന്നില്ല, ജാഗ്രത കുറവ് വരുന്നു. അതെങ്ങനെയാണ് നേരിടാന്നുള്ളതാണ്. പല വിചാരം എല്ലാ പ്രാർത്ഥനയുടെ സമയങ്ങളിലും നമുക്കുണ്ടാകാം. ശരിയാണ്. മനസ്സിനെ ഏകാഗ്രമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പഞ്ചഭൂതങ്ങൾ ആണല്ലോ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മളിൽ സ്റ്റോർ ചെയ്ത അവിടെ ആക്കി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് റീപ്ലേ വരും. ഇപ്പോൾ നമ്മളൊരു സാധനം കണ്ടു, ഒരു സ്ഥലത്ത് ശാന്തമായി ഇരിക്കുമ്പോൾ ആ കണ്ട കാഴ്ചകൾ, അവൻ നമ്മളെക്കുറിച്ച് പറഞ്ഞത്, ഇവള് നമ്മളെക്കുറിച്ച് കളിയാക്കിയത്, പിന്നെ നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായ പോരായ്മ, അപകടം പറ്റിയത്, ചളിപ്പ് പറ്റിയത്, നമ്മുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി വന്ന സംസാരം, ഇങ്ങനെ പിന്നെ ഓഫീസിലെ ടെൻഷൻ, യാത്രയിലെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ട വിറ്റുകൾ, ഹ്യൂമറസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ലൈംഗികമായ ചില വിചാരങ്ങൾ, ഇങ്ങനെ പല വിചാരങ്ങൾ പല വഴിയിലൂടെ നമുക്ക് വരും. അതിനെക്കുറിച്ച് ആത്മീയ പിതാക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവൻ ജീവിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നത് പോലെ അവൻ ജീവിക്കുന്നു എന്നാണ്. അതിൽ കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥം അത് എളുപ്പവഴി പറയുന്നുണ്ട്, ഈ ഉപവാസത്തോടുള്ള പ്രാർത്ഥന. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ ഈ പ്രശ്നം അവിടെ നിൽക്കും. കാരണം എന്ന് വെച്ചാൽ വിശപ്പിനെ കുറിച്ച് ആലോചിച്ച് അല്ല, അവൻ്റെ ഈ ബോഡിയിലെ പല എൻസൈമുകളും കുറയും. അത് കുറയും. ഉപവസിച്ച് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള കുറേ കൂടി വാസനകൾക്ക് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് ഒരു കുറവ് വരും. കാരണം ശരീരത്തിൽ അതിൻ്റെ കലോറികൾ കുറയുവാണല്ലോ. കഴിഞ്ഞ ഏതോ എപ്പിസോഡ് പറഞ്ഞു വരും, നല്ല പോർക്കിറച്ചിയും ചിക്കനൊക്കെ കഴിച്ചതിന് ശേഷം എന്തിനു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വയറെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുമ്പോൾ നടക്കൂല. അപ്പോൾ അത് ശരിയാണ്, കുറേയൊക്കെ അത് സഹായിക്കും. പക്ഷെ പൊതുവെ നമ്മുടെ ജീവിതക്രമം ഒരു ഇച്ചിരികൂടിയൊക്കെ ക്രമപ്പെടുത്തി അടുക്കും ചിട്ടയോടുകൂടെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുക എന്ന് പറയണം. പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കും. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അല്ല, അതുകൊണ്ടാണ് ഈ പലർക്കും തെറ്റിദ്ധാരണ വരുന്നത്. അത് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ പെരുന്നാളിനെ അമ്പെടുത്ത് കൊണ്ടുപോകും. അതേ ആൾ തന്നെ ബിവറേജസിൽ ഫ്രണ്ട് റോയിൽ നിൽക്കുന്ന കാണുമ്പോൾ ജനങ്ങൾക്ക് അത് അങ്ങോട്ട് മാച്ച് ആവുന്നില്ല. കാരണം അത് അദ്ദേഹത്തെ ബാധിക്കുന്നില്ലല്ലോ. വലിയ മാത്രം പിൽഗ്രിമേജസ് ചെയ്യുന്നു, വള്ളംകണ്ണിക്ക് പോകുന്നു എന്ന് ഓടുന്നു. ഇവിടെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാസാദി വെള്ളിയാഴ്ചകളിലും ഇന്ന പള്ളിയിൽ ഇത് ചെയ്യുന്നു, ഇന്നടുത്ത് പോയി കൂടുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഇവരെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നതും അതുപോലെ അവരുടെ ജീവിതവും തമ്മിൽ പാരസ്പര്യമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പല വിചാരത്തെ എങ്ങനെ നേരിടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല രീതികളിൽ നമുക്ക് പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഒന്ന്, നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതക്രമത്തെ, മൊത്തം ജീവിതത്തെ, ആഹാര രീതിയെ, ഭക്ഷണ മറ്റ് ശീലങ്ങളെ, നമ്മൾ പകൽ മുഴുവൻ നേരവും ടി വിയും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും കിടന്ന് കളിച്ച് കുറേ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് കാണുകയും ഹ്യൂമർ എല്ലാം കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ പോയി പ്രാർത്ഥിക്കാനിരുന്നാൽ, അതായത് നമ്മുടെ ചിന്തകളെ നമ്മൾ തന്നെ മലിനമാക്കിയിട്ട് പെട്ടെന്നാണ്ട് മാറിപ്പോവില്ല. അത്ഭുതകരമായിട്ട് പള്ളിയിൽ വന്നിരുന്നത് കൊണ്ട് ആൾ മാറൂല. അപ്പോൾ അതിനെ ഉള്ള പറയണത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. പണ്ട് നമ്മൾ കുർബാനയ്ക്ക് പോകുന്നതിനേക്കാളും മുമ്പ് 1 മണിക്കൂർ ഉപവാസം പറഞ്ഞിരുന്നു. അതിൽ ഇപ്പോഴത്തെ ഈ മോഡേൺ ടെക്നോളജി അതിൽ വരുത്താം. 1 മണിക്കൂർ മുമ്പെങ്കിലും വാട്സപ്പ് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ മാറാവുന്ന നല്ലൊരു കാര്യമാണ്. സാറ് കാറ്റീസം ടീച്ചർ പിള്ളേരോട് പറഞ്ഞായിരിക്കുമല്ലോ ഒരു പക്ഷേ 1 മണിക്കൂർ മുമ്പെങ്കിലും ഞാൻ വാട്സപ്പ് നിർത്തുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കുറേ ഭാഗങ്ങൾ, ചിന്തകൾ, ആ വികാരങ്ങളൊക്കെ കുറേ കൂടി അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യമുള്ള, ഞാൻ പ്രായോഗികമായിട്ടൊക്കെ ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ചെന്ന് അങ്ങനെ കണ്ടുപോകാനും പല വിചാരത്തിലേക്ക് നമ്മൾ പോവില്ല. പിന്നെ പറഞ്ഞ് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് വരിക. ഇപ്പോൾ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ, ചെറുപ്പത്തിൽ ശരിയാണ് ഇങ്ങനെയുള്ള മനസ്സ് പതറി അവിടേക്ക് ഇവിടേക്കൊക്കെ പോകുമായിരുന്നു. പക്ഷേ പ്രായോഗികമായി കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണ വിഷയം തന്നെ എന്താണോ നമ്മളെ അസഹ്യപ്പെടുത്തുന്നത് അതാക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ നമ്മുടെ എന്താണോ പല വിചാരം, ആ പല വിചാരത്തെ ദൈവവിചാരമാക്കാം. ഇപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു പല വിചാരം വന്നു. എന്താണ്, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പണ്ട് പാരീസിൽ പോയ കാര്യം ഓർമ്മ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ ഓർക്കണം, അയ്യോ ഞാൻ പാരീസിലായി പോയില്ലോ ഇവിടെ കുത്തിരുന്നിട്ട് എന്നാലോചിക്കും. നമ്മുടെ അപ്പോൾ ആ നേരത്തെ നമുക്ക് എൻ്റെ വികാരിച്ചതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അന്ന് എൻ്റെ ഇടവകയിലുണ്ടായ എന്നെ ആൾക്കാരെ ഓർത്തു, അവരെ എന്താണാവോ ഞാനിപ്പോൾ അവരെ ഓർത്ത്, അവർ എന്തെങ്കിലും ആവശ്യത്തിലായിരിക്കാം നമ്മളപ്പോൾ അവർക്ക്. അപ്പം മെല്ലെ പല വിചാരത്തിൽ നിന്ന് നമ്മൾ ദൈവ വിചാരത്തിലേക്ക് വരാം. അതൊരു ടെക്നിക്കാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് അത് നമ്മൾ ബോധപ്പെടുകയും ആ പല വിചാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ദൈവികമായ വിചാരത്തിലേക്ക് മുന്നേറുകയും ചെയ്യാം. പിന്നെ നമുക്ക് ബോധപൂർവം ചെയ്യാവുന്ന വേറൊരു കാര്യം, ഇങ്ങനെ പല വിചാരം വരുന്ന ആൾക്കാർ കൂടുതലായിട്ടും നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ പ്രാർത്ഥനയിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പലപ്പോഴും ചെയ്യണത്, ഞാൻ ഈ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എക്സസൈസിൽ ഇങ്ങനെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കാണുക, അവയെ സംശയിക്കുക, അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് ഇതിനു വേണ്ടി, മനസ്സ് എല്ലാ വാതിലുകളും അടഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ചില പ്രാർത്ഥനയിൽ ധ്യാനങ്ങളിലൊക്കെ ഉണ്ട്, ദൈവമേ ഈ 1 മണിക്കൂർ നല്ല രീതിയിൽ ചിലവഴിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ചോദിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ആദ്യം തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യം വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നിരുന്ന് കഴിയുമ്പോൾ ആദ്യം അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തെ ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് അത് ദൈവത്തിനെ സമർപ്പിക്കുക. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ കെട്ടിക്കിടക്കണ സാധനങ്ങൾ ദൈവത്തിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ വെക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ മനസ്സായി നിന്ന് സ്വതന്ത്രമാകും. അപ്പോൾ ഓരോ വ്യക്തിയും ഇത് കുറേശ്ശെ കണ്ടുപിടിക്കണം. അവനവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം പ്രാർത്ഥന കൊണ്ടുപോകാനായിട്ട്. പലർക്കും ഈ പ്രാർത്ഥനയിലെ കൂടുതൽ ഈ പല വിചാരത്തെ നേരിടുമ്പോഴും
ഒരു വരണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ചിലർക്ക് വരാം. നന്നായി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ദുർമരണങ്ങൾ ഉണ്ടാവുക വീട്ടിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അവന് സ്വയം ഒരു വരണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. അത് വരാം. അതായത് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ വരണ്ട അനുഭവം അതുകൊണ്ട് മാത്രമല്ല, ചിലർ പ്രാർത്ഥിക്കണൊക്കെ ഉണ്ടാവും, പക്ഷേ അവർക്കൊരു ദൈവികമായ അനുഭൂതി, ഞാൻ പറഞ്ഞ പോലെ ധ്യാനയോഗത്തിൽ ലഭിക്കുന്ന ഒരു സന്തോഷവും ആനന്ദവും സമാധാനവും കിട്ടുന്നില്ല. ഫുൾ ടൈം ഇങ്ങനെ മറ്റു പല വിചാരങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ പെട്ടുപോകുന്നു. അപ്പോൾ അതിനെ ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയുള്ള അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒരാളാണ് മദർ തെരേസ. മദർ തെരേസ അത് പറയുന്നുണ്ട്. ഞാൻ ലൊറോറ്റ കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് കർത്താവ് പറയണത് കേട്ടിട്ട് കോൺവെൻറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ ചെന്ന് കൽക്കട്ടയുടെ തെരുവുകളിലേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ദൈവിക അനുഭവമില്ല. അതുവരെ, അതിനു മുമ്പ് വരെ ദൈവം എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ എപ്പോഴും നിമന്ത്രിക്കുന്ന ഒരു കാര്യമായിരുന്നു. നീ ഈ കോൺവെൻറ്റിൻ്റെ ചുറ്റുവട്ടകൾ വിട്ട് മതിൽ പുറത്ത് ജനങ്ങൾ, പാവപ്പെട്ട ഭിക്ഷാടകരയിലെ കുഷ്ഠരോഗികൾ, വഴിയിൽ കിടക്കുന്നവർ, അനലജവർ, രോഗങ്ങൾ വന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവർ, അംഗവിഹീനർ, ആരുമില്ലാത്തവർ, അവരെയൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പുള്ളിക്ക്, ആ മദർ തെരേസയ്ക്ക് ആ ഒരു അനുഭവം, പ്രാർത്ഥനയുടെ അനുഭവം അതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇതില്ല, ദൈവം പിൻവലിഞ്ഞൊരവസ്ഥ. അപ്പോൾ അത് പുള്ളി ഭയങ്കര വിഷമത്തോടുകൂടിയാണ് മദർ തെരേസ ആത്മീയ പിതാക്കന്മാരോടും വാൻഡെയർ പീറ്റിനോട്, കാർഡിനൽ പിക്കാച്ചിയോട്, അവസാനം നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോട് പിശാചിനെ ഇറക്കുന്ന ഒരു അച്ഛനെ എൻ്റെ അവിടേക്ക് വിടണം, ഒരു എക്സോർസിസ്റ്റിനെ, കാരണം എൻ്റെ ഉള്ളിൽ എവിടെയോ പിശാചുണ്ട്, അതുകൊണ്ടാണ് ദൈവം ഉണ്ടോ എന്ന് ഞാൻ സംശയം ഇങ്ങനെയൊക്കെ വരുന്നു. അത് എൻ്റെ അർത്ഥം അത് ഈ വരണ്ട അവസ്ഥയാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ ഊഷരഭൂമിയിൽ ഒന്നുമില്ലാത്ത രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊരു സുഖം കിട്ടാതെ, ഒരു സന്തോഷം കിട്ടാതെ, ഒരു ഫീലിംഗ് ഇല്ലാതെ, ഒരു അനുഭൂതി ഇല്ലാതെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ. മറ്റത് വളരെ ഈസിയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നു, ദൈവമുണ്ട്, വളരെ ക്ലിയർ ആണ് എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ദൈവമേ ഈ വരണ്ട അവസ്ഥയെ അങ്ങേക്ക് ഇഷ്ടം പോലെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മളൊരു സമർപ്പണമായിട്ട് വെക്കുകയാണ്. ഈ ഒരു പ്രത്യേകമായ ഒരു അനുഭൂതിയൊന്നും കിട്ടാതെ, ഒരു സന്തോഷവും കിട്ടാതെ, അങ്ങനെ നമ്മൾ കുറച്ച് നാൾ വീണ്ടും എളിമപ്പെടുമ്പോൾ നമ്മളിലേക്ക് ഈ ദൈവം ഒരു കുളിർക്കാറ്റ് പോലെ ഒരു അനുഭൂതിയായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും എന്നാണ് എനിക്ക് പറയുന്നത്. ഈ മതബോധന ഗ്രന്ഥം പറയുന്ന 3 കാര്യങ്ങൾ അത് തന്നെയാണ്: വിനയമുള്ളവനാവുക, വിശ്വാസമുള്ളവനാവുക, വിശ്വസ്തയോടെ ഇരിക്കുക. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ട 3 അടിസ്ഥാന കാരണങ്ങൾ മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നുണ്ട്. നീ എത്രമാത്രം എളുപ്പപ്പെടുന്നുവോ നിനക്ക് അത്രയും പ്രാർത്ഥനയിൽ വിജയിക്കാം. ഇനി വിശ്വാസമില്ലാതെ ഒരാൾക്ക് പ്രാർത്ഥിക്കാനാവൂ? വിശ്വാസമില്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വിശ്വാസം ഇല്ലാണ്ട് വന്നാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊരു ഉത്തരം, കാരണം ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ ബുദ്ധിമുട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ദാനമാണ്. വിശ്വാസമല്ലേ എല്ലാം. അത് പരസ്യത്തിൽ അത് തന്നെയാണ് പ്രാർത്ഥനയിലും. ദൈവത്തിൻ്റെ പരസ്യം അത് തന്നെയാണ്. അതായത് കർത്താവ് ഓരോ മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോഴും ആദ്യം ചോദിക്കുന്നതല്ലേ, നീ വിശ്വസിക്കുന്നുവോ? വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യവും മുന്നോട്ട് പോകില്ല. അപ്പോൾ ഇപ്പം ഞാൻ ചില അവസരങ്ങളിലൊക്കെ ചില വൈദികരോടൊക്കെ സംസാരിക്കുമ്പോൾ, പണ്ട് പഠിച്ചു പോയ വൈദികർ കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോൾ, അച്ഛാ ഒരു ഉഷാറില്ല, വിശ്വാസം തോന്നുന്നില്ല, കുർബാന ചെല്ലുമ്പോൾ കർത്താവൊക്കെ വരുന്നുണ്ടോ, ഞാനൊക്കെ ഇങ്ങനെ എന്നെപ്പോലെയുള്ള ഒരാൾ ഇതൊക്കെ ചൊല്ലിയിട്ട് കർത്താവൊക്കെ ഇങ്ങനെ മാറുമോ, ഇങ്ങനെയൊക്കെ തോന്നുക. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. വിശ്വാസം വരാതിരുന്നാൽ എൻ്റെ വിശ്വാസത്തിന് കോട്ടം തട്ടാൻ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ഏലി എന്ന് പറയുന്ന പഴയ ആ പ്രവാചകൻ, അദ്ദേഹം പുരോഹിതനായിരുന്നു, പക്ഷേ പ്രായമായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മക്കളൊക്കെ കുറേ മോശമായിട്ട് നടന്നു, ഇയാൾ തിരുത്തിയില്ല. ഏലി അതിൽ തന്നെ വലിയ കുഴപ്പം, പക്ഷേ വീടുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതിൽ നമ്മൾ പറയുന്നുണ്ട്, അവൻ്റെ കണ്ണുകൾ ഇങ്ങനെ മൂടപ്പെട്ടിരുന്നു, അവന് ഇപ്പോൾ നിവേശനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. കാരണം അവൻ ഈ ദൈവത്തിൻ്റെ ദീപത്തിൻ്റെ അടുത്തല്ല അവൻ കിടന്നിരുന്നത്, അവൻ്റെ സ്വകാര്യതയിലേക്ക് മാറി വേറൊരു സ്ഥലത്ത് ജീവിക്കുമായിരുന്നു.
അപ്പോൾ വാഗ്ദാന പേട ഇരിക്കുന്ന സ്ഥലത്തുള്ളത് സാമുവേലാണ്. പിന്നെ സാമുവേലിനോടാണ് ദൈവം സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിശ്വാസം നഷ്ടപ്പെടുന്നു പ്രാർത്ഥനയിൽ? കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രാർത്ഥിച്ചേ നമുക്ക് പ്രാർത്ഥനയിൽ വിശ്വാസം വരുള്ളൂ. അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കുക, സ്നേഹിച്ചുകൊണ്ട് അറിയുക എന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും നമുക്ക് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് മാത്രമാണ് എനിക്കൊരു പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാവുകയുള്ളൂ. ആ വിശ്വാസം പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ട് എന്നെനിക്ക് തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് ദാനമായിട്ട് പരിപൂർണമായിട്ട് വരട്ടെ. അപ്പോൾ പ്രാർത്ഥന ഫലിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കാം വേറെ ചില ആൾക്കാർക്ക്. അപ്പം ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ, സാർവത്രിക മതബോധനം വായിച്ചപ്പോൾ അതിൽ തന്നെ ആ ഗ്രന്ഥം പറയുകയാണ്, നമ്മൾ പലപ്പോഴും ഒരു കാര്യം പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം ഫലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വളരെ വറീഡാണ്. എന്നാൽ നമ്മൾ ബാക്കിയുള്ള സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായിരുന്നോ എന്ന് ആലോചിച്ച് നമ്മൾ ഒരിക്കലും ആകുലപ്പെടാറില്ല. അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഉദ്ദേശം തന്നെ പ്രാർത്ഥനയുടെ മാറിയിട്ടുണ്ട്. നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നത് സെൽഫിഷ് മോട്ടീവ്സാണ്. എൻ്റെ ചില കുറേ കാര്യങ്ങൾ നടക്കണം. മനുഷ്യൻ എന്ന രീതിയിൽ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആ വാചകം മാത്രം ഊന്നി ജീവിക്കുകയും നമ്മളിങ്ങനെ കുറേ ചോദിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന എന്നതിലേക്ക് മനുഷ്യൻ പ്രാർത്ഥനയെ ചുരുക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം പോണേ. വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ ഒരു വശം മാത്രമാണ് അഭ്യർത്ഥനകൾ, അപേക്ഷകൾ. ദൈവത്തെ മഹത്വപ്പെടുത്തുക, നമ്മൾ പറഞ്ഞ സ്നേഹസമ്പന്നനായ എന്നെ സ്നേഹിക്കുന്ന ഈ ഞാനും ജീവാത്മാവും പരമാത്മാവും തമ്മിൽ നോക്കിയിരിക്കുക, അനുഭൂതിയിലായിരിക്കുക. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിൽ ഈ തരത്തിൽ ഒരു ദൈവത്തെ കറവപ്പശു പോലെ കാണുന്നുണ്ട് ചിലവർ. നമ്മൾ പണ്ട് പറയാറില്ലേ, ഒരാൾ പശുവിനെ മേടിച്ചു, പശുവിനെ മേടിച്ചു. അപ്പോൾ അതിന് കറവ നടത്താനായിട്ട് പരിചയമില്ല കറവക്കാരനാണ് ഈ പുതിയ ആളെ. അപ്പോൾ ആളുടെ പശുവിൻ്റെ അകിടിൻ്റെ അടുത്തേക്ക് പാത്രമായിട്ട് ചെല്ലുമ്പോൾ തന്നെ പശു കാലുകൊണ്ട് എറിയുകയാണ് ആളെന്നെ. അപ്പോൾ അടുത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞു, എടാ വിനാശു അങ്ങനെ പറ്റില്ല, നീ അതിനെയൊക്കെ ഒന്ന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണടാ, ഇങ്ങനെ ഒന്ന് തലോടുക, വെള്ളം കൊടുത്ത് കഴിക്കുക, അതിനിടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോൾ പോയി ഒന്ന് ലാളിക്കുക, ഇച്ചിരി പുല്ലിഷ്ടമുള്ളത് കൊടുക്കുക, പിന്നെ അതിനെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുക, ഒരു ബന്ധം ഉണ്ടാക്കുക, ഒരു റിലേഷൻ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നിന്നെ കാണുമ്പോൾ കറക്കാൻ ചെല്ലുമ്പോൾ നിന്നെയൊക്കെ അനുവദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ അനുവദിക്കില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെയാണ് ചില ആൾക്കാർ. അപ്പം എന്നിട്ട് നാശു എന്ത് ചെയ്യണു, വെള്ളം കൊണ്ടുവന്ന് ഇച്ചിരി തലയിലും കാലിൻ്റെ അവിടെയും മൂട്ടിലും അകിടിലൊക്കെ ഇങ്ങനെ തെളിച്ചിട്ട് ഇങ്ങനെ ഒഴിയാണ് അതിനെ. എന്തെന്ന് പറഞ്ഞുകൊണ്ട് ലോണണ്ടി ചൊരത്തടി എന്ന്. കാരണം അവൻ ലോൺ എടുത്തിട്ടുണ്ട്, 40,000-40,000 രൂപയ്ക്ക് ലോൺ എടുത്തിട്ടാണ് അവന് പശുവിനെ മേടിച്ചിട്ടുള്ളത്. ഇത് ചുരത്തിയിട്ട് വേണം ഈ പാല് കൊണ്ടുപോയി വിറ്റിട്ട് വേണം അവന് ഈ സാധനം മുതലാവാനായിട്ട്. അപ്പോൾ അത് ചെയ്യണില്ല. ഇതുപോലെ നമ്മൾ ആൾക്കാർ ചിലപ്പോൾ ദൈവത്തെ കാണുന്നത്. ഞാനൊരു 100 രൂപയുടെ കുർബാന ആയിരിച്ചു, കേസ് നോക്കണം കേട്ടോ, എൻ്റെ അപ്പൻ മരിച്ചിട്ടുണ്ട്, ഞാൻ ദിവസങ്ങളിലെല്ലാം സ്വപ്നം കാണുക, അയാൾ നമ്മൾ വന്ന് ശല്യപ്പെടുത്തുന്നു, ഉറക്കം കളയണു, ഭർത്താവേ 100 ഒരു മരിച്ചവരെ പാട്ട് കുർബാന 150-250 രൂപ പിടിക്കേ, നീ കാര്യം നടത്തി തരണം. ഞാൻ ഗൾഫിലേക്ക് ഒരു സാധനം കഴിഞ്ഞിട്ട് വിസയ്ക്ക് പോവുകയാണ്, അമേരിക്കൻ വിസയ്ക്ക്, അപ്പോൾ അത് നീ ഒന്ന് ശരിയാക്കി തരണം. ഇങ്ങനെ ഏതാണ്ട് കുറേ ഡിമാൻഡുകൾ വെച്ചിട്ട് അത് നടത്തി കിട്ടുന്ന ഒരു പരിപാടിയായിട്ട് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നൊക്കെ പറയും. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള ഒരു വഴിയാണ് പ്രാർത്ഥന ദൈവത്തിൽ നിന്ന്. അങ്ങനെ ഉള്ള കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഉള്ള ജീവിതം വരുമ്പോൾ കുറേശ്ശെ നമുക്ക് ദൈവത്തിലെ അപരത്വത്തിലേക്ക് നമ്മൾ വളരുന്നില്ല. നമ്മുടെ തന്നെ സ്വാർത്ഥമായ കുറേ കാര്യങ്ങൾ കിട്ടിയെടുക്കാനുള്ള എന്തോ ഒരു ടെക്നിക്ക്, ഒരു പദ്ധതിയായിട്ട് നമ്മൾ പ്രാർത്ഥനയെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനാ ചൈതന്യം കുറേശ്ശെ ഏറ്റവും വലിയ പ്രാർത്ഥനയിൽ കിട്ടേണ്ട അത്ഭുതം എന്ന് പറയുന്നത് യഥാർത്ഥമായി ഉള്ള സംശുദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിക്കലാണ്. മനസ്സിൻ്റെ മാറ്റമാണ് ഏറ്റവും വലിയ മനസ്സാന്തരം എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും ധ്യാനിക്കാൻ പോവുക, പ്രാർത്ഥിക്കാൻ പോവുക, അവന് നിനക്ക് അത്ഭുതവരങ്ങൾ കിട്ടിയോ, നിൻ്റെ ഭാഷാവരം കിട്ടിയോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് ഉടമ്പടി എടുത്തു, അപ്പോൾ ഉടനെ തന്നെ ആ കാര്യം നടന്നു. ആൾക്കാരുടെ ശ്രദ്ധ എപ്പോഴും എന്ത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മളെന്ത് ദൈവത്തിന് കൊടുക്കണമെന്നില്ല. ദൈവം എല്ലാം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഒന്നാന്തരം ശരീരം, പ്രാണൻ, അധ്വാനിക്കാൻ ആരോഗ്യം, അത്യാവശ്യം നമ്മുടെ എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യൻ്റെ ചിന്ത എപ്പോഴും
അതല്ല മനുഷ്യൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും നല്ല പ്രാർത്ഥനയുടെ ഫലമായിട്ട് വരേണ്ടത് സംശുദ്ധമായ പ്രാർത്ഥനയിലേക്ക്, പ്രതിഫലേച്ഛ കൂടാതെയുള്ള പ്രാർത്ഥനകളിലേക്ക്, നിഷ്കളങ്ക ഹൃദയത്തിൽ ദൈവം മഹത്വപ്പെടട്ടെ, ദൈവത്തിന് വേണ്ടി എൻ്റെ കടമ മാത്രം ഞാൻ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞുള്ള പ്രാർത്ഥനകൾ ഉണ്ടായാൽ വിശ്വാസം കുറേശ്ശെ വർദ്ധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരു എപ്പിസോഡും കൂടി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. എന്തായാലും പ്രാർത്ഥനയാകുന്ന ജീവിതം അല്ലെങ്കിൽ ജീവിതമാകുന്ന പ്രാർത്ഥന ആ ഒരു ലെവലിലേക്ക് പ്രേക്ഷകർക്ക് എത്താനായിട്ട് സാധിക്കട്ടെ. മതബോധന ഗ്രന്ഥം പറയുന്ന വിനയം, വിശ്വാസം, വിശ്വസ്തത, ഈ 3 കാര്യങ്ങളിൽ വളരാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. അച്ഛൻ്റെ വിശദീകരണത്തിന് അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. പ്രാർത്ഥനയാകണം നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ ജീവിതമാകണം പ്രാർത്ഥന എന്ന് മതബോധന ഗ്രന്ഥം വിശദീകരിക്കുന്നു. വിനയത്തോടെ, വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ നമുക്ക് പ്രാർത്ഥനയിൽ മുന്നേറാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെക്കാൾ ഉപരി ദൈവത്തോട് നന്ദി പറയാനും ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥനയുടെ സമയം നമുക്ക് ഉപകരിക്കാം. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.